Hello everyone. We will start a new chapter today, lesson 3, Indian Union Budget. Okay. നമുക്ക് ആദ്യം എന്താണ് ഒരു ബഡ്ജറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ വാട്ട് ഇസ് എ ബഡ്ജറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് വി വിൽ ടോക്ക് അബൌട്ട് ദ ഇന്ത്യൻ ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഒരു ഫാമിലി, ആ ഫാമിലിയുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് റുപ്പീസ് 60,000 ആണെന്ന് വയ്ക്കാം. ഓക്കെ. അപ്പോ ഒരു ഇപ്പൊ നിങ്ങളെ കുട്ടികളാണ്, നിങ്ങൾ പഠിക്കുകയാണ്, യു ആർ നോട്ട് സ്റ്റാർട്ടഡ് ഏർണിംഗ്. സോ യുവർ പാരന്റ്സ് ഏർൺ റുപ്പീസ് 60,000 അല്ലെ. അപ്പോ നിങ്ങളുടെ പാരന്റ്സ് എന്ത് ചെയ്യും? അതൊരു മാസം നമ്മൾ ഏതൊക്കെ രീതിയിൽ അത് ചെലവാക്കാം, എത്ര സേവിങ്സ് വേണം എന്നൊക്കെ പ്ലാൻ ചെയ്യും. സപ്പോസ് സോ ദ ഫാമിലി മേ പ്ലാൻ ലൈക്ക് റുപ്പീസ് 20,000 ഫോർ ഹൗസ് എക്സ്പെൻസസ്. അതേപോലെ 10,000 ഫോർ യു പീപ്പിൾസ് എഡ്യൂക്കേഷൻ, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. Now, say about 5,000 for electricity, phone, etc. Okay. Now they may be having loan, like housing loan ഉണ്ടാവും, vehicle loan ഉണ്ടാവും. So say about 10,000 for loan repayment. And obviously ചിലപ്പോൾ പ്രായമായ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, അവരുടെയൊക്കെ ഒരു മെഡിക്കൽ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് stay around 5,000 rupees for medical expenses. ഇനി ബാക്കി ഒരു 10,000 ഇനി ആദ്യം നമുക്ക് നീട്ടിക്കൊണ്ടു പോകണ്ട. ദാറ്റ് ക്യാൻ ബി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കി ക്യാൻ ബി സേവിങ്സ്. ഓക്കെ. ഇതൊരു ബേസിക്കലി ഇപ്പൊ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന്, ആ ഫാമിലി ചെയ്ത ഒരു കാര്യത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് ബേസിക്കലി എ ഫൈനാൻഷ്യൽ പ്ലാൻ. ഓക്കെ. ദിസ് ഇസ് ബേസിക്കലി എ ഫൈനാൻഷ്യൽ പ്ലാൻ. ഓക്കെ. അതേപോലെ ഗവൺമെന്റ് ഓൾസോ ഏൺസ് മണി ആൻഡ് സ്പെൻഡ്സ് മണി. ഓക്കെ. ഇതേപോലെ നമ്മൾ ഫാമിലി ഏൺ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗവൺമെന്റിനും വരുമാനങ്ങളുണ്ട്, അതേതായ ചെലവുകളുണ്ട്. സോ ദ ഗവൺമെന്റ് പ്രിപ്പയർസ് എ ഫൈനാൻഷ്യൽ പ്ലാൻ ഷോയിങ് ഹൗ മച്ച് മണി ദ ഗവൺമെന്റ് എക്സ്പെക്ട്സ് ടു റിസീവ് ഫൈനാൻഷ്യൽ അല്ലേ, ആൻഡ് ഹൗ മച്ച് മണി ഇറ്റ് പ്ലാൻസ് ടു സ്പെൻഡ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് എന്ന്. ഓക്കെ. ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ് ഇറ്റ് ഈസ് കോൾഡ് ദ യൂണിയൻ ബഡ്ജറ്റ് ഓർ ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റ്. അതായത് എത്ര മണി, എത്ര പൈസ നമുക്ക് വരാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ എത്ര സ്പെൻഡ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു 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 കണക്കെടുപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഹൗ മച്ച് മണി ദി ഗവൺമെന്റ് എക്സ്പെക്ട്സ് ടു റിസീവ് ആൻഡ് ഹൗ മച്ച് മണി ഇറ്റ് പ്ലാൻസ് ടു സ്പെൻഡ്. ദിസ് ഈസ് കോൾഡ് എ ബഡ്ജറ്റ്. ഓക്കെ. ഇനി എന്താണ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റ്? What is Indian Union Budget? Okay. ഒരു യൂണിയൻ ബഡ്ജറ്റിനെ നമുക്ക് പറയാൻ പറ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് ആനുവൽ ഫൈനാൻഷ്യൽ പ്ലാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആനുവൽ, അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ സംഭവിക്കാൻ പോകുന്ന എക്സ്പെൻഡിച്ചർ എല്ലാത്തിനെയും കൂടി കൂട്ടിയിട്ടുള്ള ആനുവൽ ഫൈനാൻഷ്യൽ പ്ലാൻസ് ആണ്. ഓക്കെ. അതിൽ എന്തൊക്കെ കാണിക്കും ഈ ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ? ഒബ്വിയസ്ലി ദർ വിൽ ബി ഗവൺമെന്റ് റെസീപ്റ്റ്സ്. ഗവൺമെന്റ് റെസീപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് കാണിക്കും. ഗവൺമെന്റ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് കിട്ടാനുള്ള വരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കും. എന്തൊക്കെയായിരിക്കും അത് വരുമാനം പറഞ്ഞാൽ? ഇൻകം ടാക്സ് ഉണ്ടാവും, GST ഉണ്ടാവും, കോർപ്പറേഷൻ ടാക്സ് ഉണ്ടാവും, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടാവും, എക്സൈസ് ഡ്യൂട്ടി ഉണ്ടാവും. പിന്നെ ചിലപ്പോ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ ബോറോയിങ്സ് ഉണ്ടാവും. ആ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് വിൽ സീ ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ. ഇതൊക്കെയാണ് ഗവൺമെന്റ് റെസീപ്റ്റ്സിൽ ഉണ്ടാവുക. ഇനി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ
ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്നുണ്ടാവാം. That is government expenditure എന്ന് പറഞ്ഞാൽ the money that the government plans to spend in that particular financial year. ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന പൈസനെയാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. റോഡ്സിനുണ്ടാവും, റെയിൽവേസിന് വേണ്ടി ചെലവാക്കും, ഡിഫൻസിന് വേണ്ടി ചെലവാക്കും, എഡ്യൂക്കേഷന് വേണ്ടി ചെലവാക്കും, ഹെൽത്ത് കെയറിൽ ചെലവാക്കും, അഗ്രികൾച്ചറിൽ ചെലവാക്കും, ഇനി കുറെ വെൽഫെയർ സ്കീംസ് ഉണ്ടാവും, അതിനു വേണ്ടി തയ്യാറാക്കാം. And obviously salaries and administrations of government staffs അങ്ങനെ പല രീതിയിലും ചെലവാക്കും. Okay, suppose government accepts a receipt of rupees 25 lakhs. ഇതൊരു 25 lakh crore. Okay, ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്, അതായത് അവരുടെ വരുമാനം എന്ന് പറയുന്നത് 25 lakh crore ആണെന്ന് വെക്കാം. ആൻഡ് എക്സ്പെൻഡിച്ചർ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 30 lakh crore ആണെന്ന് വെക്കാം. സോ there is a gap between the two, അല്ലെ? 5 lakh crore ബാങ്ക് ക്യാപ്പ് ഉണ്ട്. This gap, the government has to manage this gap. Okay, അതെങ്ങനെ വെച്ചാൽ ബോറോവിങ്സിലൂടെയൊക്കെ ആയിരിക്കും മാനേജ് ചെയ്യാം. This is the thing. Okay. Okay. ഇനി another word in your book is annual financial statement. എന്താ നോക്കാം. Annual financial statement. അതായത് ഇത് യൂണിയൻ ബഡ്ജറ്റ് എവിടെയാ പ്രസന്റ് ചെയ്യപ്പെടുന്നത്? ഇൻ ദ പാർലമെന്റ്. ഓക്കെ, അവിടെ പ്രസന്റ് ചെയ്യപ്പെടുന്നത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ്. അത് അവിടെ അവിടെ എന്താ പറയാ, അവിടെ പ്രസന്റ് ചെയ്യപ്പെടുന്നത് അണ്ടർ ആർട്ടിക്കിൾ 112 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. A description of anticipated receipts and expense is known as the annual financial statement. Annual financial statement പാർലമെന്റില് പ്രസന്റ് ചെയ്യണം. ദാറ്റ് ഇസ്, അങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 112 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 112 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോം പാർലമെന്റിൽ പ്രസന്റ് ചെയ്യണമെന്ന് ആർട്ടിക്കിൾ 112 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ബഡ്ജറ്റിന്റെ പ്രസക്തി. ക്ലിയർ? അപ്പൊ അതിലെന്താ പറയാ, ആ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയാ എന്താ? ഗവൺമെന്റ് പറയും, ഈ വരാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ ഞങ്ങൾക്ക് ഇന്ന ചെലവുകൾ ഉണ്ടാവും, ഇന്ന വരുമാനങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ ആ മെയിൻ ആയിട്ട് ആ ഒരു ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇറ്റ് ഈസ് therefore a plan or estimate, not simply a statement of what has already happened. അങ്ങനെയല്ല, ഇനി വരാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1st April to 31st March. ഈ ഒരു പീരീഡിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയാം. കാലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ January 1st to December 31st അല്ലേ? അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 1st April to 31st March. So when the government presents the budget for 2026-27, it's basically presenting its financial period for 1st April 2026 to 31 March 2027. Clear? Okay. ഇനി എന്തുകൊണ്ടാണ് യൂണിയൻ ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നാണ് ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. Why is union budget important? ഇതിനൊരു 6 കാര്യങ്ങളാണ് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം 5 കാര്യങ്ങൾ, ആ 5 നമുക്ക് എഴുതി വെക്കാം. എന്നിട്ട് വി വിൽ എക്സ്പ്ലെയിൻ വൺ ബൈ വൺ. മാനേജിങ് ദ എക്കണോമി, managing economy. 2 is
allocating resources. Third one is implementing government policies. Fourth one is achieving economic objectives. Fifth one is achieving social objectives. ഓക്കെ, ഈ 5 കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂണിയൻ ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നാണ് നിങ്ങളുടെ ബുക്ക് പറയുന്നത്. നമുക്ക് നോക്കാം. മാനേജിംഗ് ദ എക്കണോമി. ഗവൺമെന്റിന് ഒരു ബഡ്ജറ്റിനെ എക്കണോമിയിൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദ എക്കണോമി സ്ലോവിങ് ഡൗൺ, പീപ്പിൾ ആർ നോട്ട് സ്പെൻഡിങ് മച്ച്, ഒരുപാട് ആൾക്കാരിൽ നിന്ന് പൈസ ഇല്ല ചെലവാക്കാൻ വേണ്ടിയിട്ട്, ബിസിനസ്സസ് ഒന്നും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അവർ ബിസിനസ്സിലേക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് ഗവൺമെന്റ് മേ ഇൻക്രീസ് സ്പെൻഡിങ് ഓൺ റോഡ്സ്, റെയിൽവേസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹൗസിംഗ്, എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. ദിസ് ക്രിയേറ്റ്സ് എക്കണോമിക് ആക്ടിവിറ്റി. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഗവൺമെന്റ് 10,000 കോടി രൂപ ഒരു ഹൈവേ ബിൽഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോ ഒരു ഹൈവേ ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ വേണം? കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ടാവും, അവർക്ക് കോൺട്രാക്ട് കിട്ടും. ആ കമ്പനീസ് എന്ത് ചെയ്യും? കുറെ ആൾക്കാരെ അതിന് ജോലിക്കായിട്ട് വെക്കും. അപ്പോ ആ ജോലിക്കായി വെക്കുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടും? സാലറി കിട്ടും. അപ്പോ ഈ സാലറി കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, എവിടെ വർക്കേഴ്സ് എന്ത് ചെയ്യും? അത് സ്പെൻഡ് ചെയ്യും പുറത്തെ എക്കണോമിയിൽ. അങ്ങനെ വരുമ്പോൾ ഷോപ്പുകൾക്ക് കൂടുതൽ ബിസിനസ് കിട്ടും, അല്ലെ? ഷോപ്പ് റിസീവ്സ് മോർ ബിസിനസ്. അപ്പോ അതേപോലെ തന്നെ കമ്പനീസ് ബൈ സ്റ്റീൽ ആൻഡ് സിമെന്റ് ആൻഡ് സ്റ്റീൽ. അപ്പൊ സിമെന്റ് ആൻഡ് സ്റ്റീൽ കമ്പനീസ് പ്രൊഡ്യൂസ് മോർ. സോ ഒരു ഗവൺമെന്റ് എക്സാമ്പിൾ മാത്രമല്ല, ഒരു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ക്യാൻ ക്രിയേറ്റ് ആക്ടിവിറ്റി ത്രൂ ഔട്ട് ദ എക്കണോമി. ഒരു ഇപ്പൊ എന്താ ചെയ്ത്? റോഡ്സ് ആൻഡ് റെയിൽവേസിന് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അത് റോഡ്സ് ആൻഡ് റെയിൽവേസിന് മാത്രമല്ല അതുകൊണ്ടൊരു ഗുണം കിട്ടുന്നത്. കാരണം റോഡ്സ് ആൻഡ് റെയിൽവേസിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു കരാർ കമ്പനി ആയിരിക്കും പണി ചെയ്യുന്ന. ആ കരാർ കമ്പനിക്ക് ഒരു കോൺട്രാക്ട് കിട്ടും. അപ്പൊ അവർക്കൊരു ആ കമ്പനിക്ക് വരുമാനമായി. ആ കമ്പനി എന്ത് ചെയ്യും? ഈ കോൺട്രാക്ട് ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഒരുപാട് പേരെ ജോലിയിലേക്ക് വെക്കും. അപ്പൊ ജോലിയിലേക്ക് വെക്കുമ്പോൾ ആ ജോലി എടുക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ത് കിട്ടും? ശമ്പളം കിട്ടും. ശമ്പളം കിട്ടുമ്പോൾ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ കൂടുതൽ അവരിൽ ഉണ്ടാവും. അപ്പൊ അവരുടെ ഷോപ്സിലൊക്കെ പോയി ഓരോ സാധനങ്ങൾ വാങ്ങും. അപ്പൊ ഷോപ്പിലൊക്കെ ബിസിനസ് കൂടും. അതേമാതിരി സ്റ്റീൽ കമ്പനി, സിമെന്റ് കമ്പനിനൊക്കെ സാധനങ്ങൾ വാങ്ങും. അപ്പൊ അവരും ഇതേമാതിരി കൂടുതൽ വർക്കേഴ്സിനെ വെച്ചിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൊത്തത്തിലൊരു ആക്ടിവിറ്റി ബിക്കംസ് ഒരു ആക്ടിവിറ്റി കൂടുതൽ എക്കണോമിയിൽ ഉണ്ടാവും. സോ ദിസ് ഇസ് വൈ ബഡ്ജറ്റ് ഇസ് ഇമ്പോർട്ടന്റ് എക്കണോമി പോളിസി ഇൻസ്ട്രുമെന്റ്. അതാണ് വാർത്ത. Now, allocation of resources. That is, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉണ്ടാവുന്ന റെസീപ്റ്റ്സ്, ഗവൺമെന്റിന് കിട്ടുന്ന മണി, അത് നമ്മൾ എവിടേക്ക് അലോക്കേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഗവൺമെന്റ് കനോട്ട് സ്പെൻഡ് അൺലിമിറ്റഡ് മണി എവരിവെയർ. കാരണം റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അവരിലുള്ള ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ലിമിറ്റഡ് ആണ്. സോ സപ്പോസ് ദ ഗവൺമെന്റ് ഹാസ് 1 lakh crore അവൈലബിൾ ഫോർ ദ ഡെവലപ്മെന്റ്. അവർ ഡിസിഷൻ എടുക്കണം എത്ര രൂപ എഡ്യൂക്കേഷന് കൊടുക്കണം, എത്ര രൂപ ഹെൽത്ത് കെയറിന് കൊടുക്കണം, എത്ര രൂപ റോഡ്സിന് കൊടുക്കണം, എത്ര രൂപ അഗ്രികൾച്ചറിന് കൊടുക്കണം, എത്ര രൂപ ഡിഫൻസിന് കൊടുക്കണം, ഹൗ മച്ച് ഫോർ ദ റൂറൽ ഡെവലപ്മെന്റ്. ദിസ് ഇസ് കോൾഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ ഉള്ള റിസോഴ്സ് നമ്മൾ ഓരോ സെക്ടറിനും എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ ഉള്ള റിസോഴ്സ് എന്താണ്? ദാറ്റ് ഇസ് ക്യാഷ്. ആ ക്യാഷ് നമ്മൾ പല സെക്ടേഴ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, റോഡ്സ്, അഗ്രികൾച്ചർ, ഡിഫൻസ്, റൂറൽ ഡെവലപ്മെന്റ്. അങ്ങനെ ഓരോ സെക്ടറിലും എത്ര രൂപ വെച്ച് നമ്മൾ കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, ആ പെർട്ടിക്കുലർ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഹെൽത്ത് കെയർ ഈസ് എ മേജർ പ്രയോറിറ്റി. അതൊരു വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ എന്ന് തീരുമാനിച്ചാൽ, it may allocate more money for hospitals, medical colleges, vaccination. അതിനൊക്കെ കൂടുതൽ പൈസ അലോക്കേറ്റ് ചെയ്യും. സോ ബഡ്ജറ്റ് ഹെൽപ്സ് ദ ഗവൺമെന്റ് where public money should be used. ഇതിന്റെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക് മണിയാണ്. അത് എവിടെയൊക്കെ കൃത്യമായി ഉപയോഗിക്കണം എന്ന് ഗവൺമെന്റ് ബഡ്ജറ്റിലാണ് തീരുമാനിക്കുന്നത്. ഇതിനാണ് നമ്മൾ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി അപ്പോൾ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് കഴിഞ്ഞു. ഇനി ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസി. ഒരു ഒരു ഗവൺമെന്റ് ഒരു പല പോളിസീസ് പലപ്പോഴും പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ അത് പ്രഖ്യാപിച്ച മാത്രം പോരല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ത് വേണം? മണി ഈസ് നീഡഡ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദി ഗവൺമെന്റ് വാണ്ട്സ് ടു പ്രൊവൈഡ് ഫ്രീ ഹെൽത്ത് കെയർ. ഇപ്പൊ നമ്മൾ അട്ടപ്പാടി എടുക്കുക, അട്ടപ്പാടിയിൽ ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയർ, അവരുടെ ആരോഗ്യ സംരക്ഷണം ഫ്രീ ആക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു വെച്ചാൽ, അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ അട്ടപ്പാടിയിൽ എന്ത് ചെയ്യേണ്ടി വരും? ഹോസ്പിറ്റൽസ് പണി ചെയ്യേണ്ടി വരും. അവിടെ അവർക്ക് വേണ്ടി മെഡിസിൻസ് പർച്ചേസ് ചെയ്തിട്ട് അവിടെ വെക്കേണ്ടി വരും. അതേപോലെ അവിടെ വെറുതെ ഹോസ്പിറ്റൽ തുറന്നു വെച്ചാൽ പോരല്ലോ, ഡോക്ടർ നഴ്സസ് ഉണ്ടാവണം, അവർക്കുള്ള സാലറി കൊടുക്കണം. അങ്ങനെ ആ രീതിയിലുള്ള എക്സ്പെൻസസ് ഒക്കെ വരും. അപ്പോൾ ഈ എക്സ്പെൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് ബഡ്ജറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഒരു ഗവൺമെന്റിന്റെ പോളിസി ഉണ്ട്. ആ പോളിസി എന്താണ്? ആ പോളിസിയാണ് ഈ അട്ടപ്പാടിയിലെ ആൾക്കാർക്ക് സൗജന്യമായിട്ടൊരു ചികിത്സ കൊടുക്കണം. അത് ഗവൺമെന്റ് പോളിസിയാണ്. വെറുതെ പോളിസി പറഞ്ഞാൽ പോരല്ലോ, ആ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിൻ്റെതായ എക്സ്പെൻസസ് വരും. അതായത് ഹോസ്പിറ്റൽസ്, മെഡിസിൻസ്, അവിടുത്തെ സ്റ്റാഫ്, അതൊക്കെ. അപ്പൊ ആ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത് ബഡ്ജറ്റിലാണ്. ക്ലിയർ? അതാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസി. ഗവൺമെന്റ് പോളിസി പ്രഖ്യാപിക്കപ്പെടും, ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ബഡ്ജറ്റ് ആവശ്യമാണ്. ക്ലിയർ? ഇനി അടുത്തത് അച്ചീവിങ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഗവൺമെന്റിന് രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. എക്കണോമിക് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. എക്കണോമിക് ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത്, എംപ്ലോയ്മെന്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പോർട്ട് പ്രൊമോഷൻ, ഇതൊക്കെ എക്കണോമിക് ഒബ്ജക്റ്റീവിൽ പെടും. അതേപോലെ തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ് റെഡ്യൂസിങ് പോവർട്ടി, ഇംപ്രൂവിംഗ് എഡ്യൂക്കേഷൻ, ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ, സപ്പോർട്ടിംഗ് വീക്കർ സെക്ഷൻസ്, റൂറൽ ഡെവലപ്മെന്റ്, സോഷ്യൽ സെക്യൂരിറ്റി. സോ ദ ബഡ്ജറ്റ് ഈസ് യൂസ് ടു പെർഷ്യൂ ബോത്ത്. ഇത് രണ്ടും നടത്താൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് ഉപയോഗിക്കുക. എക്കണോമിക് ഗ്രോത്ത് പ്ലസ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. That is key aspects of the union budget. Key aspects of union budget. ഒരു 9 കാര്യങ്ങളുണ്ട്. ഈ ഒരു 9 കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് we'll stop this class. First one is budget speech. Second one is revenue and expenditure. Third one is fiscal deficit. Fourth one is taxation. Fifth one is policy initiatives. Sixth one is sectoral allocations. Sectoral allocations. Seventh one is public debt management. Eighth one is social welfare programs. Ninth one is budget implementation. Okay, we'll see one by one.
So we'll start with the budget speech. ആരാണ് ബഡ്ജറ്റ് സ്പീച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്? You must be knowing, അല്ലെ? It's a finance minister. Finance minister ആണ് ബഡ്ജറ്റ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുക ആൻഡ് ഷീ എക്സ്പ്ലെയിൻസ് ഷീ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മുടെ okay, and explains the government's financial and economic plans. This is called the budget speech. ഇപ്പൊ ഫൈനാൻസ് മിനിസ്റ്റർ എന്തൊക്കെയാണ് പറയാ? ഗവൺമെന്റ് എക്കണോമിക് പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, എവിടേക്കാണ് അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെന്ന് പറയും. ടാക്സ് പ്രപ്പോസൽസ് പറയും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പറയും, മേജർ സ്കീംസ് പറയും എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അല്ല ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻസിനെ കുറിച്ച് പറയും, എവിടെയൊക്കെ ഹൈവേ, ഏതൊക്കെ സംസ്ഥാനത്തിന് റോഡിന് ഇതിന് എത്ര കൊടുക്കുന്നു എന്നൊക്കെ പറയും. എക്കണോമിക് ചാലഞ്ചസ് എന്തെങ്കിലും അത് പറയും. പോളിസി ഇനിഷ്യേറ്റീവ്സ്. സപ്പോസ് ദ ഗവൺമെന്റ് വാണ്ട്സ് ടു എൻകറേജ് ഇലക്ട്രിക് വെഹിക്കിൾ, അതൊരു ബഡ്ജറ്റ് സ്പീച്ച് മേ അനൗൺസ് ലൈക്ക് അത് ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് സ്പീച്ചിൽ എന്തുണ്ടാവും? ഇലക്ട്രിക് വെഹിക്കിളിനുള്ള ടാക്സ് ഇൻസെന്റീവ് ഉണ്ടാവും, EV മാനുഫാക്ചറിങ്ങിന് വേണ്ട സപ്പോർട്ട് ഉണ്ടാവും, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ചാർജിങ് സ്റ്റേഷൻസ്, ഈ രീതിയിലൊക്കെ. ഒരു എക്സാമ്പിൾ, ചിലപ്പോൾ ഗവൺമെന്റിന് നമുക്ക് ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതൽ വരട്ടെ എന്നൊക്കെ ഉദ്ദേശിച്ച് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. പിന്നെ വാട്ട് ഈസ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താ നമ്മൾ ഓൾറെഡി നോക്കി, അല്ലെ? റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ മേജർ സോഴ്സസ് എന്തൊക്കെയാണ്? ടാക്സസ് ആണ്, അതായത് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, GST, കസ്റ്റം. പിന്നെ നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഡിവിഡൻഡ്, ഗവൺമെന്റ് ഓരോ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അതിന്റെ ഡിവിഡൻഡ് കിട്ടുന്നതിനൊക്കെ നമ്മൾ നോൺ ടാക്സ് റവന്യൂ ആയിട്ട് വരും. പിന്നെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, റോഡ്സ്, ബ്രിഡ്ജസിലൊക്കെ. ഹെൽത്ത് കെയർ ഉണ്ടാവും, ഹോസ്പിറ്റൽ, മെഡിക്കൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടൊക്കെ ഹെൽത്ത് കെയർ ഉണ്ട്. എഡ്യൂക്കേഷൻ ഉണ്ടാവും, സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ് ഒക്കെ തുടങ്ങും, അപ്പോൾ എഡ്യൂക്കേഷനിൽ വരും. ഡിഫൻസിൽ ഓൾസോ ദർ ഇസ് എ മെയിൻ സ്പെൻഡിങ് ഇൻ ഡിഫൻസ് ഓൾസോ. ആംഡ് ഫോഴ്സസ്, ഡിഫൻസ് എക്യുപ്മെന്റ്സ്, മുങ്ങിക്കപ്പൽ വാങ്ങി, മിസൈൽ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ല. ബിഗ് എക്സ്പെൻഡിച്ചർ. അഗ്രികൾച്ചറിൽ ഉണ്ടാവും, ഫാമർ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് യു നോ അബൌട്ട് KCC ലോൺ. KCC ലോണിൽ വാട്ട് ഹാപ്പൻസ് ടു ഫാമറിന് ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടിയിട്ട് 4% കിട്ടുന്നുള്ളൂ. സോ ആ രീതിയിലുള്ള സബ്സിഡി എല്ലാം ഇനി തുടരണോ വേണ്ടെന്നൊക്കെ ബഡ്ജറ്റിലാണ് തീരുമാനിക്കുന്നത്. അഗ്രികൾച്ചർ, ഫാമർ സപ്പോർട്ട്, പിന്നെ സോഷ്യൽ വെൽഫെയർ, പോവർട്ടി എലിവേഷൻ, എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, വെൽഫെയർ സ്കീംസ്, ഈ രീതിയിലൊക്കെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ വരുന്നത്. ഓക്കെ. ഇനി we will speak about fiscal deficit. Fiscal deficit ഒന്നുമില്ല. If the expenditure is more than the receipts, ആ വരുന്ന ഡിഫറൻസിനാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ആ വരുന്ന ഡിഫറൻസ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ബോറോ ചെയ്തിട്ട് കണ്ടെത്തുന്നു വേണം. ആ ബോറോ ചെയ്യേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഒരു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 100 crore ആണെന്ന് വെക്കാം, ഗവൺമെന്റിന്റെ റെസീപ്റ്റ്സ് 80 crores ആണ്. ദെൻ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ 100 crore minus 80 crore എന്ന് പറഞ്ഞാൽ 20 crore ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇത്രേ ഉള്ളൂ. സോ ദാറ്റ് 20 crore ദി ഗവൺമെന്റ് ഹാസ് ടു അറേഞ്ച്. കൂടുതലും ബോറോയിങ്ങിൽ കൂടിയാണ് ചെയ്യാറ്. ഇനി ടാക്സേഷൻ. നമുക്ക് ഓരോ സ്ലാബ് ഒക്കെ ഉണ്ട് ടാക്സേഷൻ. അതൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ബഡ്ജറ്റിലാണ്. ബഡ്ജറ്റ് മേ അനൗൺസ് ചേഞ്ചസ് ഇൻ ടാക്സേഷൻ. ഫോർ എക്സാമ്പിൾ, ഇൻകം ടാക്സിന്റെ റേറ്റുകൾ 10%, 20%, അങ്ങനെയുള്ള റേറ്റുകൾ ചേഞ്ച് ചെയ്യും. ടാക്സിന്റെ സ്ലാബുകൾ ഇപ്പൊ നമുക്കറിയാം 12 lakhs വരെ ന്യൂ സ്കീം പ്രകാരം നമുക്ക് ടാക്സ് ഇല്ല എന്ന് വെക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലുള്ള ആൾക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്. അതുവരെ അടുത്ത ബഡ്ജറ്റിൽ ചേഞ്ച് ആവും. അങ്ങനെ മാറി മാറി വരാം. അതേപോലെ കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, ടാക്സ് എക്സംഷൻസ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ടാക്സേഷനിലാണ്. ഓക്കെ. Now, പോളിസി ഇനീഷ്യേറ്റീവ്സ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു പൈസയുടെ കാര്യം മാത്രമല്ല. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ടു അനൗൺസ് ന്യൂ പോളിസീസ് ആൻഡ് റിഫോംസ്. ഗവൺമെന്റിന്റെ പോളിസികളും അതിൽ അനൗൺസ് ചെയ്യാം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ റിഫോംസ് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താം. മാനുഫാക്ചറിങ് ഇനീഷ്യേറ്റീവ്സ്, ഡിജിറ്റലൈസേഷൻ, investment incentives. Suppose the government wants to India become a major manufacturing sector. അപ്പൊ എന്ത് ചെയ്യും? അവര് ആ ഒരു ബഡ്ജറ്റിൽ കുറെ പോളിസീസ് കൊണ്ടുവരും ടു എൻകറേജ് ഇൻവെസ്റ്റ്മെന്റ്, ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ, സപ്പോർട്ട് മാനുഫാക്ചറിങ്, അങ്ങനെ. ഓക്കെ. Now another one is sectoral allocations. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സെക്ടറൽ അലോക്കേഷൻ. ദർ ആർ ഡിഫറെന്റ് സെക്ടേഴ്സ്. ഓക്കെ. ദി ഗവൺമെന്റ് അവരുടെ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സെക്ടേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്യും വേണ്ട രീതിയിൽ. അതായത് സെക്ടേഴ്സ് ആണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ഡെവലപ്മെന്റ്, സോഷ്യൽ വെൽഫെയർ, ഇങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടേഴ്സിലൊക്കെ കൃത്യമായിട്ട് ഓരോന്നിനും എത്ര കൊടുക്കുന്നുണ്ട് എന്ന് ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ തീരുമാനിക്കും.
അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് പ്രയോറിറ്റീസ് എന്താന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും. ഇപ്പോ ഇഫ് ഗവൺമെന്റ് സ്പെൻഡ്സ് മോർ ഓൺ എഡ്യൂക്കേഷൻ, അപ്പൊ നമുക്ക് മനസ്സിലാൻ പറ്റുമോ ഈ ഗവൺമെന്റ് എഡ്യൂക്കേഷനിലാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് പബ്ലിക് ഡെപ്റ്റ് മാനേജ്മെന്റ്. അതായത് പബ്ലിക് ഡെപ്റ്റ് എന്താ? ഇഫ് ദി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ അവൈലബിൾ റെസിപ്റ്റ് ഇറ്റ് മേ ബോറോ മണി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഗവൺമെന്റിന്റെ നീഡ്സ് 100 crore ആണ്, അവൈലബിൾ ഫണ്ട് 80 crore ആണ്, സോ ഇറ്റ് നീഡ്സ് അനദർ 20 crore. ഇറ്റ് മേ ബോറോ ദിസ് മണി അല്ലെ. ദിസ് ബോറോയിങ് ബിക്കംസ് പാർട്ട് ഓഫ് ദ ഗവൺമെന്റ് ഡെപ്റ്റ്. അതായത് ഇപ്പൊ 100 കോടിയാണ് വരുമാനം, പക്ഷെ 100 കോടിയാണ് എക്സ്പെൻസ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ 80 കോടിയെ വരുമാനമുള്ളൂ. അപ്പോൾ ഒരു 20 കോടി വരുന്നത്, ആ 20 കോടിനെ എന്താക്കും ഗവൺമെന്റ് അതിന്റെ പബ്ലിക് ഡെപ്റ്റായി മാറും. ആ 20 കോടി നമ്മൾ ബോറോ ചെയ്യുമല്ലോ, ആ ബോറോ ചെയ്യുന്നത് നമ്മുടെ പബ്ലിക് ഡെപ്റ്റായിട്ട് മാറും. ഓക്കെ, എവിടെ നിന്നൊക്കെയാണ് ഒരു ഗവൺമെന്റ് ബോറോ ചെയ്യാൻ പറ്റുക? ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്, അതേമാതിരി എക്സ്റ്റേണൽ ബോറോയിങ്സ് ചെയ്യാനൊക്കെ പറ്റും. ബോറോ നമ്മള് ഈ ഗവൺമെന്റ് എപ്പോഴും അവർ ഡെപ്റ്റ് വളരെ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യണം. എന്താന്ന് വെച്ചാല് വെറുതെ ബോറോ ചെയ്യില്ല, ബോറോ ചെയ്ത് അതിന്റെ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് നാം തിരിച്ചടയ്ക്കണം. സോ ദി ഗവൺമെന്റ് മസ്റ്റ് മാനേജ് ദിസ് പബ്ലിക് ഡെപ്റ്റ് കെയർഫുള്ളി. ഓക്കെ, ഇനി സോഷ്യൽ വെൽഫെയർ സ്കീംസ്. ദിസ് ഈസ് ആക്ച്വലി അനദർ മേജർ പർപ്പസ് ഓഫ് ദ ബഡ്ജറ്റ്. ഓക്കെ, ഗവൺമെന്റ് കൃത്യമായിട്ട് ഒരു സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിന് വേണ്ടി എത്ര രൂപ ചെലവാക്കണമെന്ന് കൃത്യമായിട്ട് ബഡ്ജറ്റിൽ പറയാം. അതായത് പോവർട്ടി റിഡക്ഷന് വേണ്ടി ഇത്ര രൂപ, റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി ഇത്ര രൂപ, എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടി ഇത്ര രൂപ, ഹെൽത്ത് കെയറിന് വേണ്ടി ഇത്ര രൂപ, എഡ്യൂക്കേഷന് വേണ്ടി ഇത്ര രൂപ, സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇത്ര രൂപ, അങ്ങനെ ആ രീതിയിൽ കൃത്യമായിട്ട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് പോകും. സോ ദിസ് ഈസ് അനദർ മേജർ പർപ്പസ് ഓഫ് ദ ബഡ്ജറ്റ്. പിന്നെ ബഡ്ജറ്റ് ഇംപ്ലിമെന്റേഷൻ. ദിസ് ഇസ് സംതിങ് വി ഓഫൺ ഓവർലുക്ക്. നമ്മൾ ഇതൊക്കെ പറയും, പക്ഷെ അത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പോ സപ്പോസ് ദ ബഡ്ജറ്റ് പ്രൊവൈഡ്സ് ഫണ്ട്സ് ഫോർ 10,000 crore ഫോർ റോഡ് ഡെവലപ്മെന്റ് അല്ലെ. അങ്ങനെ വരുമ്പോ ആ ഒരു കൺസേൺഡ് റോഡ് ഡെവലപ്മെന്റ്, നാഷണൽ ഹൈവേ അതോറിറ്റി, അങ്ങനെ ഓരോ ഓഫീസ് ഉണ്ട് അതിന്റെ കീഴിൽ വരുന്നത്. അവർ കൃത്യമായിട്ട് അതിന്റെ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം, പ്രൊജക്ട്സ് ഐഡന്റിഫൈ ചെയ്യണം, അലോക്കേറ്റ് ഫണ്ട് ചെയ്യണം, ടെൻഡേഴ്സ്, കോൺട്രാക്ടേഴ്സിന് ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദിസ് ഇസ് നോട്ട് ബഡ്ജറ്റ് ഇംപ്ലിമെന്റേഷൻ മീൻസ് ബഡ്ജറ്റിൽ എടുക്കുന്ന ഡിസിഷനെ ആക്ച്വൽ പ്രാക്ടീസിലേക്ക് ആ പെർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. Okay, so that's it in this class. Go through your material. Hope you understood it well. Thank you.